അമ്മേ. ഞാൻ ഇന്നലെ വൈകിട്ട് കുറെ വിളിച്ചിരുന്നു. ആണോ? ഒന്നുമില്ല, വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം? ആഹാ. ഓ ഇവിടെ എന്ത് വിശേഷം? ഞാനാണ് രാവിലെ കുറച്ച് തിരക്കിലായിരുന്നു. അവൾ ഇവിടെ ഉണ്ട്. പഠിത്തമൊക്കെ കണക്കാ. അച്ഛൻ്റെ അല്ലേ മോള്. ദിനേശ് ചേട്ടനോ ഭയങ്കര എക്സർസൈസിലാ. രാവിലെ എഴുന്നേറ്റല്ലോടെ പിന്നെ ഒരു 3/4 മണിക്കൂർ കസർത്തല്ലേ. അച്ഛൻ മടുക്കാനോ? ശരിയാക്കി തരാം. പണ്ടൊക്കെ അച്ഛൻ ഒരു 100 പ്രാവശ്യം ചെയ്യുമായിരുന്നു. ദിനേശ, നിന്നെ സമ്മതിക്കണമെന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാർക്ക് അന്തം വിട്ട് നിന്നിട്ടുണ്ട്. മനസ്സ് സ്വസ്ഥമായിട്ടല്ലേ ശരിക്കും എക്സസൈസ് ചെയ്യാൻ പറ്റൂ. എപ്പോഴും ടെൻഷനല്ലേ? എന്ത് ടെൻഷൻ? കടയിലെ കാര്യം, ഇവിടത്തെ കാര്യം ഒക്കെ ഞാനല്ലേ നോക്കാനുള്ളത്. എന്തോ ഇവിടുത്തെ എന്ത് കാര്യമാണ് അവോ അങ്ങ് നോക്കുന്നത്? ഞാൻ ഇന്നേ വരെ ഒന്നും കണ്ടിട്ടില്ല. രാവിലെ എഴുന്നേക്കുന്നു, ചായ കുടിക്കുന്നു, പത്രം വായിക്കുന്നു, എന്നിട്ട് ഈ കയറ് കെട്ടി തൂങ്ങി ആടുന്നു. പിന്നെ കുറെ നേരം വീടിന് ചുറ്റും ഓടിക്കളിക്കുക, പിന്നെ കുളിക്കുക, സ്ഥലം വിടുക. ഇനിയിപ്പോ കടയിൽ ചെന്നാലോ? വലിയ വായി വർത്താനം പറഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരിക്കുക, എന്നിട്ട് നാട്ടുകാരുടെ കാര്യം അന്വേഷിക്കാൻ ഒരു ഒറ്റ പോക്ക്. ഇതല്ലേ സ്ഥിരം പരിപാടി. ശ്യാമേ, നമ്മൾ സാമൂഹ്യ ജീവികളാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നമ്മൾ അന്വേഷിക്കണം. മറ്റുള്ളവരുടെ കാര്യം മാത്രം അന്വേഷിക്കുന്ന അത്ര ശരിയാണോ? നിനക്കപ്പുറത്ത് ജോലിയൊന്നുമില്ലേ? എക്സസൈസ് ചെയ്യുമ്പോൾ മനുഷ്യന്റെ കോൺസെൻട്രേഷൻ പോകും. അമ്മയ്ക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റോ? രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ 1 മിനിറ്റ് വെറുതെ കളയാതെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്കിനി വേറെ എക്സസൈസിന്റെ ഒന്നും കാര്യമില്ല. മേലനങ്ങി ഒരു പണിയും ചെയ്യാതെ 3 നേരം ഞഞ്ഞെന്ന് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെയാണ് എക്സസൈസിന്റെ ആവശ്യം, അല്ലാതെ എനിക്കല്ല. അച്ഛാ, ഞാനൂടി. എന്റെ കൊച്ചു നാട്ടിൽ നോടിക്കും. ദിനേശേട്ടാ, ചേക്കി താഴെ ഇറങ്ങാൻ. കസർത്തിറത്തി പോരുന്ന് പഠിക്കാൻ. ആരോട് പറയാനാ? ഓലത്തുമ്പത്തിരുന്നു ലാലാടും. ഇനി പോരുന്ന് പഠിക്കും. ശരി, ശരി. അയ്യോ, ദിനേശേട്ടാ, 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 ഇന്നലെ ഞാൻ ദിനേശേട്ടനോട് വല്ലതും പറഞ്ഞായിരുന്നോ? ഇന്നലെ നീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അല്ല ദിനേശേട്ടാ, ദിനേശേട്ടാ നിക്ക്. നിർത്തിനെ ചേട്ടാ. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. വേണമെങ്കിൽ നിനക്കും എന്റെ കൂടെ കൂടാം. എനിക്ക് അതിനല്ലേ നേരം. ദിനേശ് ചേട്ടാ, ഇന്നലെ രാവിലെ ഞാൻ ദിനേശ് ചേട്ടനോട് പറഞ്ഞല്ലേ എണ്ണ തീർന്നു. അത് കഴിഞ്ഞ് ഫോൺ ചെയ്ത് പറഞ്ഞു എണ്ണ എവിടെ. ദിനേശ് ചേട്ടാ എന്താ നോക്കണേ? ഏത് പിന്നെ എണ്ണ വാങ്ങിയില്ലയോ? ദിനേശ് ചേട്ടാ രാവിലെ
ദോശയുടെ മാവ് എടുത്തു വെച്ചു, പച്ചക്കറി മുഴുവൻ അരിഞ്ഞും വെച്ചു, ഈ മുളക് പുരട്ടിയും വെച്ചു. ഇനി എണ്ണയില്ലാതെ ഇവിടെ ഒരു കാര്യം നടക്കൂല. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? എന്നെ കൊണ്ട് ഇങ്ങനെ ഓടിക്കാതൊന്നും പറ. ദിനേശ് ചേട്ടാ, എന്നെ രാവിലെ എങ്ങനെ ഓടിക്കല്ലേ ദിനേശ് ചേട്ടാ. ആഹാ, എണ്ണ കിട്ടാതെ ഇനി ഇവിടെ ഒന്നും നടക്കില്ല ദിനേശ് ചേട്ടാ. സത്യം പറഞ്ഞ ഞാൻ ഇന്നലെ കട വെച്ച് എണ്ണയുടെ കാര്യം ഓർത്തതാ. എന്റെ അടുത്ത് വെക്കാൻ സുശീലോട് പറയുകയും ചെയ്തു. പക്ഷെ അവൻ മറന്നുപോയി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു കാര്യം ഓർക്കില്ല. ഇങ്ങനെ അവനെ പറഞ്ഞിട്ട് കളയും. ശ്ശേ, അതല്ലല്ലോ ഇപ്പത്തെ പ്രശ്നം. രാവിലെ എണ്ണ ഇല്ലാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ചക്കയ്ക്ക് സ്കൂളിൽ പോകണ്ടേ ദിനേശ് ചേട്ടാ? എനിക്കാണ് ഓഫീസിൽ പോകണ്ടേ. സമയത്ത് ബലം ഉണ്ടാക്കില്ല, ഒന്നും ഇവിടെ നടക്കില്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? ഈ അഭ്യാസം നിർത്തിയിട്ട് കടയിൽ പോയിട്ട് എണ്ണ എടുത്തോണ്ട് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പട്ടിണിയാവേ. ഈ എക്സസൈസ് ഇടയ്ക്ക് നിർത്തി വെച്ചാൽ അതിന്റെ ഗുണം പോവും. ഇന്നൊരു ദിവസം നീ എണ്ണ ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യ്. ഇന്നലെ മെനിയാനൊക്കെ നീ എണ്ണ ഒഴിച്ചല്ലേ ഉണ്ടാക്കിയത്. രാവിലെ എന്റെ വായിന്ന് വലുതും കേൾക്കാതെ എണ്ണ എടുത്തോണ്ട് വരുന്നതാണ് ദിനേശ് ചേട്ടന് നല്ലത്. എന്റെ ഈശ്വര, ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യരോട് ഞാൻ എങ്ങനെ ജീവിക്കാനാണോ എന്തോ. കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ മുടിഞ്ഞ് എക്സസൈസ് ചെയ്തിട്ട് ഗുസ്തി പിടിക്കാനൊന്നുമല്ലോ പോകുന്നത്. കടയിൽ പൊടിക്കുന്ന മേലെല്ലാം കണ്ടിരിക്കാനില്ലേ? 15 മിനിറ്റ് സമയത്തിനുള്ളിൽ എണ്ണ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിനിറങ്ങി പോകും. പിന്നെ ശ്യാമേ ശ്യാമേ എന്ന് പറഞ്ഞ എന്റെ പിന്നാലെ വന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? ശ്യാമേ, ഇനിയിപ്പോ ഞാൻ കുളിച്ച് റെഡിയായി കടയിൽ പോയി എണ്ണ എടുത്തോണ്ട് വരുമ്പോ ചക്കയ്ക്ക് സ്കൂളിൽ പോയ സമയാവില്ലേ? നിനക്ക് ഓഫീസിലും പോണ്ടേ? അതുകൊണ്ട് വൈകിട്ട് ഞാൻ വരുമ്പോ കൊണ്ടുവന്ന പോരെ? എന്നെ കൊണ്ടൊന്ന് പറയിക്കുന്നില്ല ദിനചേട്ടാ. ചക്കയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? ദോശമാവ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്, അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചങ്ങ് കൊടുത്താൽ മതിയോ? മീൻ മുളക് പുരട്ടിയും വെച്ചിട്ടുണ്ട്, അത് പൊരിക്കാതെ തിന്നാൻ പറ്റുമോ ദിനചേട്ടാ? അല്ല, ഇപ്പൊ കുളിച്ച് കുറുതൊട്ടേ പോകാൻ പറ്റും. എന്താ ഇത്ര വലിയ നിർബന്ധം? വേഗം പോയിട്ട് എണ്ണ എടുത്തോണ്ട് വാ, എന്നിട്ട് വന്നിട്ട് കുളിച്ചാ മതി. ഇതൊന്നും മാറണ്ടേ? ഇത് മാറി ഇന്നലെ ഇട്ട് ഷർട്ട് തന്നെ ഇട്ടുകൊണ്ട് പോയാൽ മതി. തിരിച്ചു വന്ന് കുളിച്ചിട്ട് ഡ്രസ്സ് മാറാം. ഈ എണ്ണ ഇല്ലാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലേ? ദിനേശ് ചേട്ടൻ തന്നെ പറ, എണ്ണയില്ലാതെ ഞാൻ എന്താ ഉണ്ടാക്കേണ്ടത്? അങ്ങനെ ചോദിച്ചാ എന്റെ ദിനേശ് ചേട്ടൻ നിന്ന് താളെ ചവിട്ടൊന്ന് പോയിട്ട് വാ. ദിനേശ് ചേട്ടൻ പോയിട്ട് വന്നിട്ട് വേണം കറി ഉണ്ടാക്കി ചക്കിക്ക് ഉച്ച കൊണ്ട് കൊടുത്തു വിടാൻ. അതോ അവൾ ഇന്ന് മുഴുവൻ പട്ടിണി ഇരിക്കട്ടെ എന്നാണോ? ഇത് കഷ്ടായാലും ഓരോരോ പ്രശ്നങ്ങളെ. ഒന്നുമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ദിനേശ് ചേട്ടൻ എണ്ണയുടെ കാര്യം? കുറച്ചൊരു ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരുന്നെങ്കിൽ ദിനേശ് ചേട്ടൻ ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. ഇനി നോക്കി നിൽക്കുന്ന പോയി എണ്ണ എടുത്തോണ്ട് പോവാ ദിനേശ് ചേട്ടാ. അയ്യോ, അതിനെന്താണ്? അവൻ രാവിലെ തന്നെ കടയും തുറന്നു വെച്ച് ഫോൺ എടുത്ത് പഞ്ചായത്ത് തുറന്നിട്ടുണ്ടാവുമല്ലോ. അക്കാര്യത്തെ സുശീലിനെ തോപ്പിക്കാൻ ആരിയ്ക്കുന്നു? ഹലോ, സുശീലനാണ്. നീ എന്തെങ്കിലും വിളിക്കായിരുന്നേ? ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ ഫോൺ എടുത്തത് നിന്റെ അച്ഛനായിരുന്നു. തുളസി ഉണ്ടോന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. എന്റെ സൗണ്ട് കേട്ടപ്പോഴേ അങ്ങേർക്ക് സംശയം തോന്നിയോ എന്നൊരു സംശയം. ഓർഡോ നീ ഇന്ന് ഇങ്ങോട്ട്? ഞാനങ്ങ് കട്ട് ചെയ്തു. ഞാനാരാ മോൻ? ഇവനിതെവിടെ പോയി? എന്റെ മുത്തേ, നീ വിഷമിക്കണ്ട. 6 മാസത്തിനുള്ളിൽ എനിക്ക് വിസ വരും. ഞാൻ ദുബായിലേക്ക് പറക്കും. ഏറിയ ഒരു 2 കൊല്ലം. അതിനുള്ളിൽ ഒരു കോടീശ്വരനായിട്ട് ഞാനിങ്ങ് തിരിച്ചു വരും. പിന്നെ എന്റെ സ്വന്തം ബെൻസ് കാറിൽ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അച്ഛനോട് പറയും, മിസ്റ്റർ ഗോപാലൻകുട്ടി, എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ്, അവക്ക് എന്നെയും. പെട്ടെന്ന് കല്യാണം നടത്തി തന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ ഇറങ്ങിപ്പോരും. ഓ, അതോർക്കുമ്പോ രോമാഞ്ചം വരുന്നേ, രോമാഞ്ചം. യവനെ ഞാനിന്ന് ഉലുവ 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 കിലോയ്ക്ക് കിലോയ്ക്ക് അല്ല, എത്ര കിലോ വേണം? എന്താ
ആരാ വിളിച്ചത്? ആരാ വിളിച്ചത്? ആരാ വിളിച്ചത്? തുളസി. തുളസിയോ? അല്ല, തുളസീധരൻ പിള്ള. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ കടയിൽ വന്ന് കണ്ട പെണ്ണുങ്ങളെയൊക്കെ വിളിച്ച് പഞ്ചാര അടിച്ച് ഉമ്മ കൊടുക്കരുതെന്ന്. ഇങ്ങനെയാണോ ഉമ്മ കൊടുക്കുന്നത്? ഒരു ഭാര്യ പൂച്ച പച്ചമീൻ കണ്ണണക്ക് ദിനേശ് ചേട്ടാ, ഏലിയാസ് ചേട്ടൻ മേരിക്കുട്ടി തമ്മിൽ പൊരിഞ്ഞ് വഴക്കാ. ഇന്ന് രണ്ടിൽ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമാവും. എന്താ പ്രശ്നം? അതൊന്നും അറിയില്ല, പോയ നോക്കട്ടെ. ഹേയ്, നിന്നോട് ഇന്നലെ എന്നെ അടുത്ത് ബാഗ് വയ്ക്കാൻ പറഞ്ഞു, എന്നിട്ട് നീ അത് ചെയ്തോ? അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. ഏലിയാസ് ചേട്ടന് മേരിക്കുട്ടി ചേച്ചി തമ്മിലുള്ള പ്രശ്നം തീർക്കണ്ടേ? ദിനേശ് ചേട്ടൻ വണ്ടി എടുക്ക്. ആ എരിയപ്പോ സമയമൊന്നുമില്ല. ഇങ്ങനെ കണ്ണിച്ചോരല്ല സംസാരിക്കില്ലേ ദിനേശ് ചേട്ടാ? കഴിഞ്ഞ കൊല്ലം ദിനേശ് ചേട്ടന് ഡെങ്കിപ്പനി വന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഏലിയാസ് ചേട്ടന് മേരിക്കുട്ടി ചേച്ചിയും കൂടെ കാണാൻ വന്ന് ഓർമ്മയുണ്ടോ? അന്ന് അവര് വാങ്ങിച്ചോണ്ട് വന്ന് 1 കിലോ ഓറഞ്ചും 1 കിലോ ആപ്പിളും ഞം ഞം എന്ന് പറഞ്ഞ് ദിനേശ് ചേട്ടൻ തിന്നത് ഓർക്കണം. പക്ഷേ സുശീല, എന്നറിയാമോ, ഞാൻ ഒരു പക്ഷേ ഇല്ല. ഇത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ മനുഷ്യത്വം കാണിക്കേണ്ടേ. നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ടാവും. ഇപ്പൊ പ്രശ്നം തീർക്കാൻ പറ്റിയ ദിനേശ് ചേട്ടാ സ്റ്റാറാ, സ്റ്റാർ. അമ്മേ, ഞാൻ റെഡി. നിന്റെ അച്ഛന്റെ സ്വഭാവം കണ്ടല്ലോ. കടയിൽ എണ്ണ എടുക്കാൻ പോയിട്ട് മണിക്കൂർ 1 കഴിഞ്ഞു. രാവിലെ ദോശ ഉണ്ടാക്കാൻ കുഴച്ച് വെച്ച് മാവിതായിരിക്കുന്നു. ഈ നേരമില്ലാത്ത നേരത്തെ എന്നെ കൊണ്ട് ഈ പുട്ടുണ്ടാക്കിയേണ്ട വല്ല കാര്യമുള്ളതാണോ? അച്ഛൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും. ദേ ഒറ്റ കുത്തുവെച്ചേരും ഞാൻ. ഓ, അച്ഛൻ എന്ത് തോന്നിയാസം കാണിച്ചാൽ ആ കൂടത്തെ കൂടാനായിട്ടൊരു മോള്. നീ ഇങ്ങനെ എല്ലാ കാര്യത്തിലും അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ അച്ഛൻ ഇങ്ങനെ ആയിപ്പോയത്. നോക്കിയോ, നിന്നെ കിട്ടുന്നവൻ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ നീ പഠിക്കും. നടന്നു തന്നെ. എന്താണാവോ നടക്കാത്തത്? അമ്മയെ പോലെ എല്ലാം കണ്ണടച്ച് ക്ഷമിക്കാവുന്ന എന്നെ കിട്ടില്ല. അപ്പൊ അമ്മയെല്ലാം കണ്ണടച്ച് ക്ഷമിക്കാന്നുള്ളതായിരുന്നു നീ സമ്മതിച്ചല്ലോ. എങ്കിൽ പിന്നെ അച്ഛനോട് വല്ലപ്പോഴും ഒന്ന് പറഞ്ഞൂടെ, അച്ഛാ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ നടന്നാൽ എങ്ങനെയാണ്, വീട്ടിലെ കാര്യം കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണോന്ന്. ഇന്ന് വൈകുന്നേരം ആവട്ടെ, അച്ഛനെ കാര്യമായിട്ട് ഞാൻ ഉപദേശിക്കാം. ശ്യാമളേ. ആ, രാധാമണി വന്നു. കഴിച്ച് കൈ കഴുകി വേഗം സ്കൂളിൽ പോകാൻ നോക്ക്. മണി 9 ഇതെന്ത് പറ്റി ശ്യാമളെ? പലചരക്ക് കട നടത്തുന്ന ആളുടെ വീട്ടില് എണ്ണയില്ലാന്ന് പറഞ്ഞ ആൾക്കാർ ചിരിക്കും. അയ്യോ, ഒന്നും പറയണ്ട രാധാമണി. ദോശ ഇടാ മാവ് എടുത്ത് വെച്ച് എണ്ണക്കുപ്പ് എടുത്ത് നോക്കിയപ്പോഴാ അതിനകത്ത് ഒരു തുള്ളി എണ്ണ ഇല്ലാന്ന് മനസ്സിലായത്. ദിനേശിനവിടെ? ദിനേശ് ചേട്ടൻ ഇവിടെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ കടയിൽ പോയിട്ട് എടുത്തിട്ട് വന്നേനെ. പെട്ടെന്ന് ഒരാവശ്യം വന്നുകൊണ്ടാണ് ഞാൻ രാധാമണിയെ വിളിച്ചത്. എന്തായാലും ഇത് വലിയ ഉപകാരമായി. ഇനിയിപ്പോ എനിക്ക് മീനെങ്കിലും വറക്കാലോ. ശരി. ദിനേശിനെ എവിടെ പോയെന്നാ പറഞ്ഞ്? ദിനേശ് ചേട്ടൻ എന്തൊരു അത്യാവശ്യമായിട്ട് പോയതാ. എപ്പോഴും തിരക്കല്ലേ. എന്ത് തിരക്ക്? തേക്കൻകാട്ടിലെ ഏലിയാസ് ചേട്ടനും മേരിക്കുട്ടിയും തമ്മില് നേരം വെളുത്തപ്പ തുടങ്ങിയ വഴക്കാ. അവർക്കത് സ്ഥിരം പണിയാണല്ലോ. ആ വഴക്ക് ഒത്തുതീർപ്പാക്കാൻ പോയിരിക്കുക ദിനേശൻ. സുധാകരേട്ടൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ദിനേശ് മേരിക്കുട്ടിയുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നെന്നാ പറഞ്ഞ്. കൂട്ടത്തിൽ ആ സുശീലനും ഉണ്ട്. എന്റെ ശ്യാമളെ, ഈ ദിനേശന് എന്തിന്റെ കേടാ? സ്വന്തം കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കാനുള്ളതിന് പകരം ഈ നാട്ടുകാരുടെ കുടുംബ പ്രശ്നം മുഴുവൻ തീർക്കേണ്ട കാര്യം എന്താ ദിനേശന്? ശ്യാമള ഇങ്ങനെ കയറൂരി വിട്ടതുകൊണ്ടാ ദിനേശന് ഇങ്ങനെ ആയി പോയത്. ഭർത്താവിന്റെ മേലെ ഭാര്യയ്ക്ക് എപ്പോഴും ഒരു നിയന്ത്രണം ഉണ്ടാവണം. അയ്യോ, അതിപ്പോ രാധാമണി വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ദിനേശ് ചേട്ടൻ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കാറുള്ളത്. പിന്നെ നമ്മളൊക്കെ സാമൂഹ്യ ജീവികളല്ലേ. സമൂഹത്തിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരമില്ലാതെ ജീവിച്ചിട്ട് എന്താ കാര്യം? കൊള്ളാം. ശ്യാമളയ്ക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ദിനേശൻ എങ്ങനെ നന്നാവാനാ? ദേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. കറി ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിലേക്ക് പോവാൻ. ശരിയപ്പോ. ശരി. ആഹാ, എന്നെ കിട്ടിയോ? ഞാൻ രാധാമണിയെ വിളിച്ച് പറഞ്ഞുകൊണ്ട് വീട്ടിലിരുന്ന് എണ്ണ അവൾ എടുത്തോണ്ട് പോന്നു. അവക്കുള്ള സ്നേഹം പോലെ നിന്റെ അച്ഛനില്ലല്ലോ ചക്കി. അതുകൊണ്ടാണല്ലോ എണ്ണ മേടിക്കാൻ പോയ ആള് മേരിക്കുട്ടിയുടെ വഴക്ക് തീർക്കാൻ പോയത്. എന്താ? അച്ഛൻ എണ്ണ എടുക്കാനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് എങ്ങോട്ടാ പോയെന്നറിയാമോ? തേക്കൻകാട്ടിലെ ഏലിയാസ് ചേട്ടനെയും മേരിക്കുട്ടിയുടെയും വഴക്ക് തീർക്കാൻ. നാണമില്ല നിന്റെ അച്ഛൻ ഇങ്ങനത്തെ ഓരോ കാര്യത്തിനായിട്ട് പോവാൻ.
അതിപ്പോ ഒരു വഴക്കുണ്ടായാൽ തീർക്കാൻ നല്ല കാര്യമല്ലേ? നാട്ടിലുള്ള വഴക്കൊക്കെ തിരക്ക് നിന്റെ അച്ഛനാരാ? ഐക്യരാഷ്ട്രസഭയോ? എല്ലാത്തിനും കൂട്ടി നിൽക്കുന്ന ആ സുശീലിന്. അവന്റെ കൂടെ നടന്നിട്ട് ദിനേശ് ചേട്ടന് എന്തുമാത്രം അബദ്ധം പറ്റിയിട്ടുണ്ട്. എത്രയായാലും പക്ഷെ പഠിക്കൂല. കഷ്ടാണ്. കറിയൊക്കെ റെഡിയാകുമ്പോഴേക്കേ നേരം പോകും. അതുകൊണ്ട് നീ ഇപ്പൊ സ്കൂളിലേക്ക് പോയിക്കോ. ഓഫീസിൽ പോകുന്ന വഴി ഞാൻ ചോറ്റുപാത്രം സ്കൂളിൽ കൊണ്ടുതരാം. അതിനായിട്ട് അമ്മ അവിടെ വരണമെന്നില്ല. അച്ഛനെ കൊടുത്തു വിട്ടാ മതി. ആ, അച്ഛൻ കൊണ്ടുവന്നിട്ട് മോളൊന്ന് ഉച്ചൂണ് കഴിക്കും. ചോറ്റുപാത്രം അച്ഛൻ്റെ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിലേ വഴിയിൽ ആരെങ്കിലും കാണുമ്പോൾ അച്ഛൻ ആ കൂടെ അങ്ങ് പോവും. മോൾ അതോടെ പട്ടിണിയാവുകയും ചെയ്യും. നോക്കിയേ, ചെല്ലാൻ നോക്ക്. ബസ്സിൽ പോരും. ചേട്ടാ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. അമ്മേ. ഹേയ്, ഷ്. എന്താ അവസ്ഥ? വളരെ മോശമാണ്. അച്ഛൻ വരാൻ താമസിച്ചുകൊണ്ട് അമ്മ രാധാമന്റെ ആന്റിയെ വിളിച്ച് എണ്ണ വാങ്ങിച്ചത്. എനിക്ക് കഴിക്കാൻ പുട്ടാ തന്നത്. അത് പിന്നെ അച്ഛന് വളരെ അത്യാവശ്യമായി വേറെ സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. മേരിക്കുട്ടി ആന്റിയുടെ വീട്ടിലല്ലേ? അതെങ്ങനെ അറിഞ്ഞു? രാധാമണി ആന്റി ഒന്ന് പറഞ്ഞു കൊടുത്തു. ഭഗവാനെ, അങ്ങനെയാണെങ്കിൽ സംഗതി കലിപ്പാവുമല്ലോ. കലിപ്പെന്ന് പറഞ്ഞ പോലെ കട്ട കലിപ്പ. അച്ഛനെ ഒന്ന് ഉപദേശം നന്നാക്കി എന്റെ അടുത്ത് പറഞ്ഞേക്കാം. വൈകിട്ട് ഉപദേശിക്കാന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ എങ്ങനെയാണ് കോംപ്രമൈസ് ആക്കുന്നത്? സോപ്പിടുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. എവിടെ? അച്ഛാ. ഓ, പറയാന്ന് വിളിച്ചല്ലോ. എന്താ? ഓൾ ദി ബെസ്റ്റ്. ശ്യാമേ, എണ്ണ. നിന്റെ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ ഇത്ര വൈകുന്നല്ലേ? എണ്ണ എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് വലിയൊരു പ്രശ്നം. ഈ പ്രശ്നം എന്താണെന്ന് നീ അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം. അതെങ്ങനെ അറിയായിരിക്കും? ഏലിയാസേട്ടന്റെയും മേരിക്കുട്ടിയുടെയും പ്രശ്നം തീർക്കാൻ ഞാൻ ഇടപെട്ട ആ രീതി കണ്ട് നാട്ടുകാർ മുഴുവൻ ഞെട്ടിയിരിക്കുക. വലിയ കേമന്മാരെന്ന് പറയുന്നവരൊക്കെ ഇടപെടാതിരിക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഇവിടെ വന്ന് നിന്റെ ചെവിയിലെല്ലാം ഓതി തന്ന രാധാമണി ഉണ്ടല്ലോ, അവളുടെ കെട്ടിയവൻ സുധാകരൻ റോഡിൽ ദാ ഇങ്ങനെ ഒന്ന് നോക്കി. പക്ഷേ മേരിക്കുട്ടിയുടെ കയ്യിൽ വെട്ടുകത്തി കണ്ടതും ആള് വലിഞ്ഞു. എല്ലാവരും അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. നേരെ മേരിക്കുട്ടിയുടെ മുന്നിൽ ചെന്നങ്ങ് നിന്ന് കത്ത് താഴെ മേരിക്കുട്ടി എന്ന് പറഞ്ഞു. അവള് താഴെയിട്ടില്ല. അപ്പൊ ആ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചു. ദിനേശനാ പറയുന്നത്, കത്ത് താഴെ മേരിക്കുട്ടി. കത്ത് താഴെയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ബഹുമാനപൂർവ്വം എന്നൊരു ഒറ്റ നോട്ടം. നീ നോക്കിയോ, നീ ഓഫീസിലേക്ക് പോകുന്ന വഴി ആളുകൾ പറയും, ഡേയ് ദിനേശന്റെ ഭാര്യ പോകുന്നത് കണ്ടോ? അത് കേൾക്കുമ്പോൾ നിനക്ക് അഭിമാനമാകും, രോമാഞ്ചം. അഭിമാനം പുഴുങ്ങി തിന്ന വിശപ്പ് മാറുമോ ദിനേശേട്ടാ? മനുഷ്യനെ കഴിക്കാനായി വല്ലതും വച്ചുണ്ടാക്കാനാണ് എണ്ണ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞത്. കഴിക്കാൻ നീ പുട്ടുണ്ടാക്കിയല്ലോ. ആര് പറഞ്ഞു? ചക്കി. ഭാര്യ മോള് ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുമ്പോ ഏലിയാസേട്ടനെയും മേരിക്കുട്ടിയുടെയും തർക്കം തീർക്കാൻ പോയിരിക്കുന്നു. ദിനേശേട്ടൻ ആളുകളെ മുന്നിൽ ഷൈൻ ചെയ്യണമെന്നുള്ള ഒറ്റ ചിന്തയില്ലാതെ വേറെ ഒന്നുമില്ലേ? നാക്ക് മാറ്റിപ്പിടിച്ചേ വഴിയുള്ളൂ. ശ്യാമേ, നീ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഏലിയാസേട്ടന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ നിനക്ക് കാര്യം മനസ്സിലാവും. അപ്പൊ നിന്നെ പിണക്കവും മാറും. മേരിക്കുട്ടിയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വഴക്കുണ്ടാക്കും. പാവം ഏലിയാസേട്ടന്റെ ജീവിതം ആകെ സങ്കടത്തില്ല. സത്യത്തിൽ ഏലിയാസേട്ടൻ എന്തൊരു നല്ല മനുഷ്യനാണ്. കഠിനാധ്വാനിയല്ലേ, കഠിനാധ്വാനി. ഏലിയാസേട്ടൻ ജീവിക്കുന്നത് തന്നെ മേരിക്കുട്ടിക്ക് വേണ്ടിയാ. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം ഉണ്ടായാൽ മതി, മേരിക്കുട്ടി ഉടനെ ബഹളം ഉണ്ടാക്കും. പിന്നെ നാട്ടുകാരോടും ആലമ്പാവും, ഏലിയാസേട്ടൻ നാണങ്ങളെയും ചെയ്യും. ഒരു ദിവസം ഏലിയാസേട്ടൻ സങ്കടങ്ങൾ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഏലിയാസേട്ടനോട് പറഞ്ഞു, ഞാനൊരു ഭയങ്കര ഭാഗ്യവാനാണ് ഏലിയാസേട്ട. എന്റെ ഭാര്യ ശ്യാമളയ്ക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാ. എന്നോട് വഴക്കിന് വരികയില്ല. സർക്കാർ ഉദ്യോഗസ്ഥ ജാടയെ ശ്യാമയ്ക്കില്ല എന്ന്. അപ്പൊ ഏലിയാസേട്ടൻ ദയനീയമായിട്ട് പറയാ, അടുത്തോണം വഴക്കുണ്ടാവുമ്പോ ദിനേശൻ തന്നെ വന്ന് മേരിക്കുട്ടി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പോയത്. സത്യം പറഞ്ഞാ അവര് തമ്മിലുള്ള വഴക്ക് തീർക്കാൻ മാത്രമല്ല ഞാൻ പോയത്.
നിന്നെപ്പറ്റി നാട്ടുകാരൊക്കെ ഒന്ന് പുകഴ്ത്തി പറയാലൊന്നും കരുതി. ഇത്രയും നല്ല ഭാര്യ എനിക്കുണ്ടെന്ന് ഓർത്ത് അവരൊക്കെ അസൂയപ്പെടട്ടെ. എന്താ ഇത്? സോപ്പ് ഇതും കൂടി ചേർത്തങ്ങ് പതപ്പിച്ചോ. ദിനേശ് ചേട്ടന്റെ സോപ്പിന് പത പോരാ. ചങ്കടത്ത് കാണിക്കുമ്പോ ഇങ്ങനെ ചെമ്പരത്തി പൂന്ന് പറയരുത്. നിനക്കൊരു നല്ല പേരുണ്ടായിക്കോട്ടെ കരുതിട്ടാ ഞാൻ. എനിക്ക് നല്ലവരുണ്ടാക്കി എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായിരിക്കുക. ആ രാധാമണി വന്ന് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? എന്താ? ദിനേശ് ചേട്ടന് വട്ടാന്നു. എന്തിനാ എന്റെ ദിനേശ് ചേട്ടൻ നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ പറയിക്കണേ? വീട്ടിലൊരു സഹായം ചെയ്യില്ല എന്ന് മാത്രമല്ല, നാട്ടുകാരെ കൊണ്ട് എന്നെ നാണം കെടുത്തുകയും ചെയ്യും. എന്റെ വിധി ഇങ്ങനെ ആയിപ്പോലോ ടീച്ചറ. എന്തോന്നും മിണ്ടാത്തത്? ഇതൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല, പഴയൊരു ശീല. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ചാടിയങ്ങ് പുറപ്പെടും. ഈ ശീലം മാറ്റാൻ ഞാൻ നോക്കിയതാ, പക്ഷെ മാറുന്നില്ല. ഞാൻ ഇങ്ങനെ ആയിപ്പോയി. നാട്ടുകാരുടെ ഒരു കാര്യത്തിൽ ഇടപെടാതെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ വേണം. പക്ഷെ എന്നെ ചക്കിയാൻ മറന്നുകൊണ്ടുള്ള ദിനേശ് ചേട്ടന്റെ ഈ പോക്ക എനിക്ക് സങ്കടം. ഇനി എന്തെങ്കിലും കാര്യത്തിന് പോകുന്നത് നിന്നോട് ചോദിച്ചിട്ടേ പോരെ? അമ്മയാണ് സത്യം. മോനെ ദിനേശ, ഈ പറഞ്ഞൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാലോ. പക്ഷെ ദിനേശ് ചേട്ടന്റെ തോന്നിയാസങ്ങൾ ക്ഷമിച്ച് എനിക്കൊരു ശീലമായി പോയത് കൊണ്ട് ഇത് ഞാനങ്ങ് ക്ഷമിക്കുന്നു. പക്ഷേ